ഹായ് ഹലോ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇന്റർനാഷണൽ പിരമിഡ് വാലി കാണാൻ വേണ്ടിയിട്ടാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പിരമിഡ് വാലി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കനകാപുര മെയിൻ റോഡിൽ നിന്ന് ഇതാ ഇവിടെ ബോർഡ് കാണാം, 2 കിലോമീറ്റർ പിരമിഡ് വാലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കനകാപുര മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പിരമിഡ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ളിലേക്കുള്ള ഈ റോഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ ഉള്ളതാണ് കേട്ടോ. അതായത് കൃഷിസ്ഥലങ്ങളും വാഴത്തോപ്പുകളൊക്കെ ആയിട്ടാണ് ഈ ഉള്ളിലേക്കുള്ള റോഡ് വരുന്നത്. ഇതൊരു മെഡിറ്റേഷൻ സെന്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഇന്റർനാഷണൽ പിരമിഡ് ഇൻ ദ വേൾഡ് ആണ്. അതായത് പിരമിഡ് ഷേപ്പിലുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പിരമിഡ് വാലിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയൊക്കെ നമുക്ക് കാണാം സാധാരണ വീടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പോകുന്നതാ ഈ ഫസ്റ്റ് എൻട്രീന്റെ അവിടെ ഒരു എന്താ പറയാ വണ്ടികൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു 30 രൂപ ഫീസ് മാത്രമേ അവർ വാങ്ങിക്കുന്നുള്ളൂ. വേറെ ഒരു എൻട്രി ഫീസോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. റൈറ്റ് സൈഡിൽ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ടായിരുന്നില്ലേ? റൈറ്റ് സൈഡിൽ അങ്ങനെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഈ ഫസ്റ്റ് തന്നെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു മെഡിറ്റേഷൻ സെന്ററിന്റെ ആംബിയൻസിൽ നമുക്ക് ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിന്ന് നടന്നു പോകുമ്പോഴുള്ളത്, കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു നല്ല ഏരിയ ആണ്. അതായത് ഗ്രീനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴേ ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 12:30 മുതൽ 2 മണി വരെയാണ് ഭക്ഷണത്തിന്റെ സമയം. അതും ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. കാരണം ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു, തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് നടന്നത്. അപ്പം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി ഇവിടെ ക്യാമറ അലൗഡ് അല്ല. പിരമിഡ് വാലിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ക്യാമറ സ്വിച്ച് ഓഫ്, അതായത് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം കേട്ടോ. ഇതെന്ന് പറയുന്ന ഫസ്റ്റ് ഒരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. നമ്മൾ ഇതിന്റെ മുൻഭാഗത്ത് തന്നെ ഈ സ്റ്റാച്യു ആണ് കാണാൻ വേണ്ടി പറ്റുക. ഈ ബുദ്ധ സ്റ്റാച്യു കഴിഞ്ഞതിന് ശേഷമാണ് പിരമിഡ് വാലി വരുന്നത്. അപ്പോൾ ഇതിന്റെ വീഡിയോ ജസ്റ്റ് ഞാൻ എടുത്തതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബുദ്ധ സ്റ്റാച്യു തന്നെയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ടും അതുപോലെ കാമായിട്ട് ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവർ ആക്കിയിട്ടുള്ളത്. ഇത് ഏകദേശം 28 ഏക്കേഴ്സിലാണ് ഇത് വരുന്നത്. ഏകദേശം അത്രയാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഗ്രീനറി ആണ് കേട്ടോ. നമുക്ക് അവിടെ ഇരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, അതുപോലെയൊക്കെയാണ് വരുന്നത്. പിന്നീട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള, അതായത് പിരമിഡ് ഷേപ്പിലുള്ള ഇന്റർനാഷണൽ ഈ മെഡിറ്റേഷൻ സെന്റർ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഏകദേശം 102 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ബ്രഹ്മശ്രീ പത്രിജീസ് ഓർഗനൈസേഷനാണ് 2003 ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2008 ഇത് ഫിനിഷ് ആക്കിയിട്ടുള്ളത് കേട്ടോ. മെഡിറ്റേഷൻ സെന്റർ ആയതുകൊണ്ട് തന്നെ സൈലൻസ് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ അവരെ ക്യാമറ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കയറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ കാമായിട്ട് സൈലന്റ് ആയിട്ട് ഉള്ളിലേക്ക് കടന്നതിന് ശേഷം അവിടെ നമ്മൾ പോയി ഇരിക്കുകയാണ് വേണ്ടത്. അവിടെ ഒരുപാട് ചെയർ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നതിന് ശേഷം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇങ്ങനെയാണ് അതിന്റെ ഉള്ളിലെ സ്ട്രക്ചർ വരുന്നത്. ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. ഇവിടെ നമുക്ക് 5000 പേർക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. മെഡിറ്റേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു സൈലന്റ് ആയിട്ട് ഒരു ചെറിയ മ്യൂസിക് ഇട്ടുതരും നമുക്ക്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ അവിടെ നടുക്ക് നമുക്ക് ഒരു എന്താ പറയാ സ്റ്റെയർ കാണാൻ വേണ്ടി പറ്റും. ഈ സ്റ്റെയർ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എനർജി ലഭിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇതിനുള്ളിൽ കസേരയിൽ ഇരുന്നു കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് കിടന്നുകൊണ്ടും മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 15 മിനിറ്റാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിന്റെ പുറം ഭാഗത്ത് തന്നെ ഇവര് ബുദ്ധ സ്റ്റാച്യൂവും അതുപോലെ തന്നെ ബുദ്ധന്റെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്നുണ്ട്. ഇത് അവിടെ സൈഡിലുള്ള ഒരു ബുദ്ധ സ്റ്റാച്യു ആണ് കേട്ടോ. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, യോഗ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് അതായത് ബുദ്ധന്റെ സ്റ്റാച്യു വാങ്ങണമെങ്കിൽ നമുക്ക് അതൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തെ കാഴ്ചകൾ ഇതാണ്. ഇതാ ഇവിടെ ഇരിക്കാം.
പിന്നെ എന്താ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയ തടാകമാണ്. ആ തടാകത്തിൻ്റെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കഫ്റ്റേരിയ ഉണ്ട്. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം അവിടെ. അത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് കഫ്റ്റേരിയയിൽ പോയി ഫുഡ് കഴിക്കാം. പിന്നെ വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ആണ്. ബാക്ക് സൈഡിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജിന് ഓപ്പോസിറ്റ്, അതായത് ഈ പാലത്തിന് ഓപ്പോസിറ്റ് നമുക്ക് നടന്ന് പോകാൻ വേണ്ടി സാധിക്കും. ഇവിടെ കുറച്ച് പ്രിൻസിപ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചറൽ പ്രിൻസിപ്പിൾസ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതാ ഈ പാലത്തിന്റെ മുകളിലൂടെ നടന്നു. ഇവിടെ ചെറിയൊരു എന്താ പറയുക, വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോശാലയാണ്. അതായത് ഗോശാല എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ പശുക്കളെ കറന്നുകൊണ്ട് പാലും അതുപോലെ തന്നെ ചായയും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാണാൻ വേണ്ടി ഞങ്ങൾ സെറ്റപ്പ് കാണാൻ വേണ്ടി പോയതായിരുന്നു. അല്ല, ഞാൻ ഇതിൽ പറഞ്ഞല്ല. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പാലം ക്രോസ് ചെയ്ത് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കൃഷിസ്ഥലങ്ങളാണ്. വാഴത്തോപ്പുകൾ, അതുപോലെ തന്നെ മുരിങ്ങ, പയറ്, അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മാന്തോപ്പുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോം സ്റ്റേ അവൈലബിൾ ആണ് കേട്ടോ. ഇതാ ഇവിടെ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ താമസിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ ഇതാ ആ ഗോശാലയുടെ പിക്ചർ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സ്റ്റേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ചെറിയ ചെറിയ വീടുകളാണ്. നമുക്കവിടെ താമസിക്കാൻ വേണ്ടി പറ്റും. കാമായിട്ടുള്ള പ്ലേസ് ആണല്ലോ. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ ഞങ്ങളിതാ മുകളിലേക്ക് കയറി. ഇതാണ് ഇത് വരുന്നത്, ഗോശാല വരുന്നത്. നമ്മളിപ്പം വന്നിട്ടുള്ള ഗോശാലയിലല്ലേ അല്ലേ? ഏട്ടി ഇവരോട് ചോദിക്കുക എത്ര പശുക്കളുണ്ട്, ഇതിന്റെ ഇതെല്ലാം ചോദിക്ക്. ഓടുത്തു ഇതാ പശുവിനെ കറക്കുന്നത്. ഇത് ഏത് ടൈപ്പാ? ഗിറ. ഞാൻ ചോദിക്കട്ടെ അവരോട്, ഇത് ഏത് ടൈപ്പ്? ഗിർഗായ്. ഇങ്ങനത്തെയാ? ഇത് നല്ലോണം പാല് തരുവാ? എന്നാ ഇതിന്റെ പ്രത്യേകത? ആ പാലിന്റെ ഇതന്നെ നോക്കറാ. അതാ ഇവര് പാലിന്റെ കൊഴുപ്പ് നോക്കാല. മിൽക്ക് കിട്ടുമെന്ന് എങ്ങനെ ചോദിക്കുവാ? മിൽക്ക് കൊടി എന്ന് പറഞ്ഞാൽ തരുമൊന്നുമില്ല. തരുമോന്ന് കൊടുത്തിരാ ചോദിക്കരു. അപ്പോൾ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിലെ വ്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പിരമിഡ് വാലിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.